നമസ്കാരം. മുംബൈയിലെ ഓണക്കാല വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. മുംബൈയിലെ ഓണം എന്നാൽ ഒരു ഒന്നൊന്നര ഓണമാണ്. 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും പൂക്കാലം. ലോകത്ത് ഏറ്റവും കൂടുതൽ ഓണാഘോഷങ്ങൾ നടക്കുന്ന നഗരമാണ് മുംബൈ. മുംബൈയിൽ ഇക്കുറി ഓണാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത് നവി മുംബൈയിലെ സീവുഡ്സിൽ നിന്നാണ്. ഇനിയുള്ള 3 മാസം മുംബൈ മലയാളികൾക്ക് ഒത്തുകൂടാനുള്ള ഓണക്കാലമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കോംപ്ലക്സുകളിലൊന്നായ നെക്സസ് സീവുഡ് മാളിന്റെ വിശാലമായ നടുത്തളം പൂമുറ്റമാക്കിയായിരുന്നു ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. കേരളത്തനിമയാർന്ന പരിപാടികൾ കോർത്തിണക്കി അവതരിപ്പിച്ച കലാസന്ധ്യ വിസ്മയ കാഴ്ച. കൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകരുവാനോ ഒരു സാഹചര്യങ്ങൾ നമുക്ക് കിട്ടാറില്ല. അതുപോലെ തന്നെ ഞങ്ങൾ വളർന്നു വരുന്ന തലമുറയെ ഈ പ്രോഗ്രാം ഭാവിയിലും തുടർന്നു പോകുന്നതിന് വേണ്ടി ഇപ്പോഴേ തന്നെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ ഇത് ഏറ്റെടുത്ത് നടത്തുമെന്ന് ഞങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. ലാസ്യ നൃത്ത കലാരൂപമായ മോഹിനിയാട്ടവും അരങ്ങിലെത്തി. പൂക്കളത്തിന്റെ അരികിലായി നടുത്തളത്തിൽ അരങ്ങേറിയ ഒപ്പനയും മാർഗംകളിയും ഓണാഘോഷത്തെ സമ്പന്നമാക്കി. ഭീമനും പാഞ്ചാലിയും പകർന്നാടിയ കല്യാണ സൗഗന്ധികം കഥകളിയും കാണികളെ ത്രസിപ്പിച്ചു.
കളരിപ്പയറ്റിന്റെ ചടുലതാളങ്ങൾ വിസ്മയ കാഴ്ചയൊരുക്കി. കളരിവന്ദനം മുതൽ ഉറുമിപ്പയറ്റ് വരെ അവതരിപ്പിക്കപ്പെട്ട 5 ഭാഷ്യങ്ങളും വിശദമായി ചോദിച്ചറിഞ്ഞാണ് അന്യഭാഷക്കാർ മാളിൽ നിന്ന് മടങ്ങിയത്. ഓണത്തെയും കേരള സംസ്കാരത്തെയും അന്യസംസ്ഥാനക്കാർക്ക് പരിചിതമാക്കുന്ന രീതിയിലാണ് ഓണം ഓപ്പുലൻസ് വിഭാവനം ചെയ്തത്. മലയാളക്കരയുടെ വൈവിധ്യത്തെ വിളിച്ചോതുന്ന രീതിയിലാണ് സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തത്. അപ്പം നമുക്ക് ഓരോ സ്ഥലത്ത് പോലും ഓരോ തരം ഓണം, അതായത് തിരുവനന്തപുരം മുതൽ അതായത് നമ്മുടെ കാസർഗോഡുള്ള ഓണം നമുക്കറിയാം. അതായത് ഒരാൾക്ക് പല സംസ്കാരം, അതായത് പല ദേശം, പല നാട്ടിലെ ഓണം എങ്ങനെ ആഘോഷിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം, അതായത് നമ്മുടെ എറണാകുളത്തുള്ള പുലിക്കളി, പക്ഷേ അത് ട്രിവാൻഡ്രത്തില്ല, എന്നാൽ ട്രിവാൻഡ്രത്ത് വേറെയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ ട്രഡീഷണൽ ഒത്തിണങ്ങിയ ഒരു ഓണം നമ്മുടെ മലയാളി സംഘടനകൾ ഏറ്റവും കൂടുതൽ ഇത് പുറത്തു കൊണ്ട്, അതിന് എനിക്ക് അവരോട് വളരെയേറെ അഭിമാനമുണ്ട്. കാരണം ഇത് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നില്ല എന്നൊരു വിഷമമുണ്ട്. കോവിഡിന് ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഓണാഘോഷ പരിപാടികൾക്കാണ് സീവൂഡ്സിലെ സെൻട്രൽ മാൾ സാക്ഷ്യം വഹിച്ചത്. ഐതിഹ്യങ്ങൾ ആസ്പദമാക്കി ഒരുക്കുന്ന കലാസിന്ധിയാണ് സീവുഡ് മലയാളി സമാജത്തിന്റെ ഓണാഘോഷത്തെ വിസ്മയമാക്കുന്നത്. മുംബൈയിലെ ഓണാഘോഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ ഓണവിശേഷങ്ങളുമായി ഇടവേളയ്ക്ക്